എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടുക്കാച്ചി വടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു നാടൻ റെസിപ്പിയാണ്. വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ചെമ്മീൻ വട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ചെമ്മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10 തൊട്ട് 15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിൽ ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ 1/4 കപ്പ് തേങ്ങ ചിരകിയതും എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ചുവന്നുള്ളിനെയും വെളുത്തുള്ളിനെയും ഇഞ്ചിനെയും സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുക്കണം. ഇടികല്ലി വെച്ച് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചെമ്മീനൊന്ന് അരച്ചെടുക്കണം. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലോ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ചെമ്മീനിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അരച്ചെടുക്കുമ്പോൾ ഇതുപോലെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക. നമുക്കൊരു ഫ്രഷ് ആയിട്ടൊരു മസാല പൊടിച്ചെടുക്കാണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകവും കുരുമുളകും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ ആദ്യം അതിനെ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു നാടൻ റെസിപ്പിയാണ്. അപ്പോൾ കറിവേപ്പില ഒത്തിരി ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ്. ഇനി ഇതിനെ ഒന്ന് ഒതുക്കിയെടുത്ത് വരണം. നമ്മൾ അവിയലിനൊക്കെ ചതച്ചെടുത്ത് വരില്ലേ, അതുപോലെ. അപ്പോൾ നേരത്തെ അരച്ച ചെമ്മീൻ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചതച്ചെടുത്ത ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചതച്ചെടുത്ത ഇഞ്ചിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ ചതച്ചെടുക്കുന്നത് ഓവറായിട്ട് അരഞ്ഞു പോകാതിരിക്കാനാണ്. പിന്നെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് വറ്റൽമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നുറുക്കിയതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളിത് ചോറിനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു അളവിൽ മുളക് പൊടിയൊക്കെ എടുത്താൽ കുഴപ്പമില്ല. കുറച്ച് എരിവോട് കൂടിയ വടയാണ്. നിങ്ങളൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്ര മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മുടെ വടയുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് 10 തൊട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനിതിപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനുവേണ്ടി ആദ്യം കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുകയാണ്. ഇത് ചെമ്മീൻ അരച്ചത് കൊണ്ട് തന്നെ ഇത് കയ്യിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി ഞാൻ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് വടയുടെ ഷേപ്പിലാക്കിയെടുക്കുന്നത്. പിന്നെ വടയുടെ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്തെടുക്കാം. ഞാൻ വളരെ സിമ്പിളായിട്ട് ഉരുട്ടിയെടുത്ത് കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തി കൊടുത്ത് നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ വടയും റെഡിയാക്കി എടുക്കട്ടെ. പിന്നെ ഈ പ്രോൺസ് മസാലയ്ക്ക് നമ്മൾ വേറെ ബൈൻഡിങ്ങിനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ഫ്രഷ് ആയിട്ട് അരച്ചെടുത്ത മസാലക്കൂട്ട് വെച്ചുണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ എല്ലാ വടയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് 2 രീതിയിൽ ഫ്രൈ ചെയ്യാം. ഷാലോ ഫ്രൈ ചെയ്യാം, ഡീപ് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു ഇരുമ്പ് തവ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വട ഇട്ട് കൊടുക്കാം. വട 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് കുക്കായി വരുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനെ വേവിച്ചെടുക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വട കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ വട 2 വശം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വട തയ്യാറായി. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം.
അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തനി നാടൻ ഒരു ചെമ്മീൻ വട തന്നെയാണ്. വളരെ ടേസ്റ്റിയാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിവിടെ വലിയ ചെമ്മീനിലാണ് ട്രൈ ചെയ്ത് കാണിച്ചത്. നിങ്ങൾക്ക് ചെറിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ അതിലുണ്ടാക്കിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ ഈ ചെമ്മീൻ വട ചോറിന് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല എരിവോട് കൂടിയ ഒരു വടയാണ്. നിങ്ങളിത് ഈവനിങ് സ്നാക്കായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്ര എരിവ് ചേർക്കേണ്ടതില്ല. അപ്പോൾ എരിവിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. അപ്പോൾ ഈ തനിനാടൻ ചെമ്മീൻ വട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വട തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. വീണ്ടും ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പി വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.